ഹലോ ഗൈസ്, ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ റൂമിലുള്ള പിള്ളേരെല്ലാവരും കൂടെ നമ്മുടെ സ്വന്തം പിഷു ആണ്. മിഷേൽ എന്നാണ് പേര്, ഞാൻ പിഷു എന്നാണ് ഷോർട്ട് ഫോമിൽ വിളിക്കുന്നത്. ഞങ്ങൾ എവിടെ പോകണമെന്ന് അറിയാമോ? നീരജ് മാധവും നേഹ കട്കറും അങ്ങനെ പ്രൊണൗൺസ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. തെറ്റാണെങ്കിൽ ആരും തെറി വിളിക്കരുത്. അവരുടെയൊക്കെ ഒരു കോൺസേർട്ട് നടക്കുന്നുണ്ട് ഇവിടെ സബീൽ പാർക്കിൽ. സോ അത് കാണാൻ വേണ്ടി പോവാണ് ഞങ്ങൾ. രണ്ടുപേരെ എത്തിയിട്ടുള്ളൂ. അതെ, രണ്ടെണ്ണങ്ങൾ ഇപ്പൊ ഇറങ്ങി വരും. മേക്കപ്പ് ഇട്ടിട്ട് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. പെൺകുട്ടികൾ ഒരുമിച്ച് ഒരു 5-6 എണ്ണം ഒരുമിച്ച് ഒരു റൂമിൽ നിന്ന് ഇറങ്ങി പോവാന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യം എന്നറിയാമോ? മണിക്കൂർ ഒന്നായി ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ സമ്മതിക്കത്തില്ല. മണിക്കൂർ ഒന്നായി തന്നെ പറയുന്നു. ഞാൻ ചായ കുടിക്കുന്നു, മിഷേൽ എനിക്ക് ചോറ് വരുത്തരുന്നു, ചായ കുടിക്കുന്നു, ചോറ് വരുത്തരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്താണ്, വയറൊക്കെ ഫുള്ളാക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് വിശന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് ബാക്കി രണ്ടുപേർക്കും കൂടെ വെയിറ്റിംഗ് ആണ് ഞങ്ങള്. ഇവളുമാര് വരുമെന്ന് തോന്നുന്നില്ല. ഹിബ എന്താണ് മനസ്സിലായി? കണ്ടോ, എന്തേലും എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും ഒരാൾ ഇതുപോലെ. നോക്കിയിട്ട് കാര്യമില്ല. പോയി കൈവിട്ട് പോയി കൊച്ച്. ഇറങ്ങിയിട്ട് പകുതി വഴി വന്നിട്ട് എന്തോ മറന്നുപോയെന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചു പോകുന്ന ഒരെണ്ണം നമ്മുടെ കൂട്ടത്തിലുണ്ടാവില്ല. എല്ലാരും ആ സാധനമാണ് ലെവള്. ഇനി ഞങ്ങൾ ലെവൾക്ക് വേണ്ടി വെയിറ്റിംഗിലാണ്. യോ വന്നു ലെവൾ എത്തി. ഹായ്, എല്ലാരും ബ്ലാക്ക്. അതെ, സെറ്റ് ആയിട്ടുണ്ടല്ലേ എല്ലാരും ഇങ്ങനെ ബ്ലാക്കിൽ ഇറങ്ങിയിട്ട്. നല്ല രസമുണ്ട് എല്ലാരും ബ്ലാക്ക് ഒക്കെ ഇട്ട് ഇറങ്ങിയിട്ട്. എന്താ പറയാ, പോയി പൊളിച്ചിട്ട് വരാം ഞങ്ങള്. നീരജ് മാധവനെ വെറുപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരുള്ളൂ. പോകുന്നുണ്ടോ ജമ്പനും തുമ്പനും, ഒരമ്മ പെറ്റ അളിയന്മാരെ പോലെ. അപ്പൊ ഒറ്റ പെങ്ങളെ കെട്ടിയ സ്ത്രീധന തുക തരുമോ അളിയ, ആ ഒരു സാധനം. ഞങ്ങൾ ഇറങ്ങി റൂമിൽ നിന്ന് മെട്രോ സ്റ്റേഷനിൽ ഇപ്പം എത്തും. യൂണിയൻ മെട്രോ സ്റ്റേഷൻ ആയതുകൊണ്ട് നമുക്ക് ഒരു 3 മിനിറ്റ്സ് ഒരു 5 മിനിറ്റ്സ് വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇനി 2 മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എവിടെ എത്തും? ADCB എത്തും. ADCB എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നടന്നു പോകാവുന്നതേ ഉള്ളൂ. ഇവർ പോകുന്ന കണ്ടാൽ തോന്നും മെട്രോ ഓടിക്കാൻ പോകുന്നു അവരാണെന്ന്. എനിക്കൊരു ഡൗട്ട്, ഇവളുമാർ ഞങ്ങളെ കൂട്ടാതെ ആദ്യത്തെ മെട്രോയ്ക്ക് പോകുമെന്നാണ്. ഓടുകയാണ് ഗൈസ്, അവർ ഓടുകയാണ്. പാട്ട് പാടണമെന്ന് പറഞ്ഞാൽ അതിനെ പാടിക്കോ? പിള്ളേർക്ക് നാണം പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ വരുമ്പം. പ്രത്യേകിച്ച് ഞാനാണ് എന്ത് ചെയ്യുന്നത്, പിള്ളേരെ കൂട്ടി. ഞങ്ങളുടെ അമ്മയാണ് അമ്മയല്ലടി കുഞ്ഞമ്മ. ഈ തള്ളാകരെയൊക്കെ പറയും, നിങ്ങൾ കാര്യമാക്കട്ടെ. അത് ഞാനാണ് ഇവരെ എന്ത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇവരുടെ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആളും എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളും ആരാണ്? ഞാനാണ്. ഞങ്ങളുടെ അമ്മ. അമ്മയല്ലടി അളിയെന്ന് പോകണം നീ എവിടുന്ന്. ഞാനാണ് പിള്ളേരെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. നമുക്കിവിടെ പോകാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒരാൾ ഇതുവരെ കുട്ടിയിടൽ കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഇവര് രണ്ടുപേരും അത് മുൻപിൽ ഓടിയവര്. ഞങ്ങൾ വിചാരിച്ചത് മെട്രോ എടുത്ത് പോകുന്ന, വേറെ മെട്രോ എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുക. ഞങ്ങൾ ഫസ്റ്റ് എത്തിയതൊക്കെ പറഞ്ഞു. ഞങ്ങൾ വളരെ നേരത്തെയാണ്, 5 മണിക്കുള്ളിൽ എൻട്രി. ഇപ്പൊ സമയം എത്രയായിട്ടുള്ളൂ? 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ഞങ്ങൾ നടന്ന് അവിടെ എത്താൻ 1/2 മണിക്കൂർ കഴിയും. അവരിറക്കി വിടുവോ അതോ കയറ്റുമോ എന്നുള്ളത് അറിയത്തില്ല. സസ്പെൻസ് ആണ്. ഗൈസ്, അങ്ങനെ എന്ത് സംഭവിച്ചു? അതായത് ഞങ്ങൾക്ക് സബീൽ പാർക്കിലേക്ക് നടന്നു പോകാൻ കറക്റ്റ് അറിഞ്ഞുകൂടാ. ഞാൻ ഇതുവരെ സബീൽ പാർക്കിൽ പോയിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട്സ് ഹസീൻ്റെയും ആര്യൻ്റെ ഒക്കെ കൂടെയായിരുന്നു. ആദ്യമായിട്ട് എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് എനിക്ക് നടന്നു പോകാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ ആരുടെയൊക്കെ ചോദിച്ച് വരാമെന്ന് ഓർത്ത് ഇങ്ങനെ വരുമ്പോൾ അതാണ്ട് എൻ്റെ കീരിൻ്റെ ഒരു കസിൻ വഴിയിൽ വെച്ച് കണ്ടുപിട്ടി. എന്നെ അറിയുമെന്നൊക്കെ ചോദിച്ചു. ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് എന്നെ പെട്ടെന്ന് അറിയുന്നതായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെയല്ല, കീരിൻ്റെ കൂടെ എന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവന് മനസ്സിലായത്. അപ്പോൾ ആ കൊച്ച് ഞങ്ങളടുത്ത് പറഞ്ഞു അവിടേക്കാണെങ്കിൽ ഞാൻ കൊണ്ടുപോകാമെന്ന്. അത് ഞങ്ങൾ വേറൊരു ചേട്ടനോട് സ്ഥലമൊക്കെ വഴിയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം ഞങ്ങളിപ്പോൾ ആ കൊച്ചിൻ്റെ പുറകെ പോകുകയാണ്. അന്ന് നമ്മൾ പോയത് കരാമ പാർക്കിലേക്ക്, ഇത് സബീൽ പാർക്ക്, 2-2 അപ്പം ഞങ്ങൾ പോവാണ്. മിഷേലും മിഷേലും ഈ ശ്രീയും ഉണ്ടല്ലോ, ആ ചെറുക്കൻ്റെ പുറകെ വിടുന്നുണ്ട്. ചമ്മലായോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ സബീൽ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ആതിരമോള് സബീൽ പാർക്ക് കാണുന്നത്, അല്ലേ മോനെ? അതെ. ശ്രീ നീ ആണോ? അപ്പൊ താണ്ട് ഞാനാണ് ഈ പിള്ളേരെ സബീൽ പാർക്ക് കൊണ്ടുവന്ന് കാണിച്ചേക്കുന്നത്. താണ്ടെ ശ്രീ ആണെങ്കിലും മിഷേലാണെങ്കിലും ഒന്നും കണ്ടിട്ടില്ല. എന്നെ ആതിരമോൾ ആതിരം പോട്ടെ ആര്യമോൾ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടെന്ന് സബീൽ പാർക്ക്. ഇതുണ്ട് പ്രോഗ്രാം കാണാൻ വേണ്ടി ഇത്ര ആളുകൾ, നല്ല ക്രൗഡഡ് ആണ്. 2 PM സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്.
അവിടെ ചെന്ന് കയറാൻ പറ്റുമോ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിഞ്ഞൂടാ. പക്ഷെ പോയി നോക്കാം. എപ്പോൾ കയറുമെന്നുള്ളത് അറിയത്തില്ല. എന്താ സംഭവിക്കും, എന്തും സംഭവിക്കാം. തിരിച്ചെന്താണ് ഞങ്ങൾ പോകില്ല. നീരജ് മാധവനെ കണ്ടിട്ട് ഇവിടെ പോകത്തുള്ളൂ എന്നുള്ളത് ഉറപ്പിച്ച കാര്യമാണ്. നീരജിനെ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് തന്നെ. ഞങ്ങൾ ഇത്ര നേരം പോസ്റ്റ് ആയതുകൊണ്ട് നീരജ് മാധവനെ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് ശ്രീ. ഞങ്ങളെ ഇത്ര നേരം പോസ്റ്റ് എടുപ്പിച്ചത് ശ്രീ ടെക്സ്റ്റ് ചെയ്ത അപ്പൊ നീരജ് ഉള്ളിൽ കയറ്റുന്ന പറയുന്നത്. അങ്ങനെ അങ്ങനെ എന്താ പറയാ, മണിക്കൂറുകൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ കയറാൻ വേണ്ടി പറ്റിയത്. എൻട്രി ചെയ്യാൻ പറ്റി. ഒച്ചപ്പാട് കേൾക്കാന്ന് അറിയത്തില്ല. പക്ഷെ പോലീസ് വന്ന് കൺട്രോൾ ചെയ്തപ്പോഴാണ് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ബോയ്സ്, അതായത് മെൻസിന് എൻട്രി ചെയ്യാനുള്ളത് ഗേറ്റ് 1 ആണെന്ന് പറഞ്ഞിട്ടും ഗേറ്റ് 3 കുറേ മെൻസ് നിന്നതിന്റെ ബേസിലാണ് നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ പോലീസ് അല്ലെങ്കിൽ ആരാണോ അതോറിറ്റീസ് അവരത് പറയുമ്പോൾ അത് കേട്ടിട്ട് പോകാനുള്ള ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ ഒരു സാമാന്യ മര്യാദ നമ്മുടെ ഇവിടെയുള്ള ബോയ്സ് കാണിച്ചില്ല. അതുകൊണ്ട് കൂടുതൽ ബോയ്സിന് സഫർ ചെയ്യേണ്ടി വന്നു. അവർക്ക് ഗേറ്റ് 1ലേക്ക് പോയിരുന്നെങ്കിൽ ഗേറ്റ് 3 ലേഡീസിന് കയറ്റി വിട്ടിട്ട് ഗേറ്റ് 1 കൂടെ ബോയ്സിനെ തട്ടിക്കൂട്ടിയിട്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ലായിരുന്നു. സോ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്തായാലും കയറാൻ പറ്റി. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബാക്കി ഞങ്ങൾ പറയാം. അങ്ങനെ ഞങ്ങൾ നടന്നു പോവാണ്. ഹിബ മടുത്തോടാ? നല്ല രീതിയിൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളൊരു 5:30 ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി. ആ സമയം തൊട്ടിട്ട് ഇത്രയോ സമയം. ഇപ്പൊ സമയം എത്രയാടാ? 6:20. അതായത് ഒരു 1 അവറിനടുത്തായിട്ട് ഞങ്ങൾ ഗേറ്റ് 3യുടെ മുമ്പിൽ നിന്നു. അതിൻ്റെ ഒരു മടുപ്പൊക്കെ ഉണ്ട്. ബട്ട് ഹാപ്പിയാണ്. കഷ്ടപ്പെട്ട് വന്നിട്ട് ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റാതെ തിരിച്ചു പോയിരുന്നെങ്കിലോ. പക്ഷെ അതാണ്, ദുബായ് പോലീസ് വന്ന് അവരൊന്ന് ക്ലിയർ ചെയ്തപ്പോഴത്തേക്ക് എല്ലാവരും പോയി നമുക്ക് എൻട്രി കിട്ടി. സോ കുഴപ്പമൊന്നുമില്ല. ബാക്കി പ്രോഗ്രാമൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. ഇത് നോക്കിക്കാൻ എത്ര മാത്രം ക്രൗഡഡ് ആണെന്നുള്ളത്. ഓ മൈ ഗോഡ്, ഇത്ര ആളുകൾ വന്നിട്ടുണ്ട് ഈ പ്രോഗ്രാം കൺസേർട്ട് കാണാൻ വേണ്ടി. സെറ്റപ്പിൽ വന്നിട്ട് കണ്ടോ, എല്ലാവരും ഇടത്തൊക്കെ ഇരുന്നേക്കുവാണ്. നമുക്കതൊരു പ്രശ്നമല്ല. പക്ഷേ നോക്കിയിരിക്കുന്ന കണ്ടാൽ തോന്നുന്നു ഇവിടെ എന്തോ നടക്കുന്നുണ്ട്. ആരും എന്തൊക്കെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നതാണ്. ഞങ്ങൾ ഇരിക്കുന്നതിന് തൊട്ടടുത്ത് ഒരു ഫാമിലിയുടെ ഒരു കുഞ്ഞാവയുണ്ട്. കുഞ്ഞാവ് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ബേബി ചെറുതായിട്ടൊക്കെ ചിരി വന്ന് തുടങ്ങിയിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് നമുക്ക് സെറ്റാക്കാം. Finally, my colleague Arun from Emirates loves India. Also, a big thanks to our lovely social media team. Ali Haq, Ali Haq, Ali Haq. I've come a long way from making mistakes. हो गया, सारे गाने हो गए यहाँ पे। बिगोली है थोड़े कि नहीं? തുള്ളുമായിരുന്നു. ഞങ്ങൾ ആകെ മടുത്ത് നേരത്തെ കുളിച്ച് കുട്ടിട്ടതൊക്കെ പോയി. आगे ना बोलते हैं पंजाबी थे। മാമ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിള്ളേർ അപ്പുറത്ത് मेरे തന്നെയുണ്ട്. बेटा पंजाबी है। सुन तो ले पड़ा मुझे बैठ के कुछ। ഞങ്ങൾ ബാക്കപ്പാണ്. യെസ്, തുള്ളിക്കൊണ്ട് പോകുന്നുണ്ട്. കാരണം നാളെ ജോലിക്ക് പോകണം. ജോലി മുഖ്യമല്ലേ, എൻജോയ്മെന്റ് മുഖ്യമാണ്. അതിനോട് പോകുന്നത്. പക്ഷെ കുറേ ലേറ്റ് ആയാൽ നമ്മൾ തന്നെ ടയർഡാവും. ഓൾറെഡി ടയർഡായി തുള്ളി തുള്ളി മടുത്ത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇവിടെ അല്ലെങ്കിൽ ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയിലാണ്. ബട്ടർഫ്ലൈ നല്ല ബട്ടർഫ്ലൈ ഇഷ്ടമായി. വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ പോലീസ് പിടിച്ചാലൊന്നും ഓർത്ത് തൽക്കാലം വീട്ടിൽ കൊണ്ടുപോകുന്നില്ല. ബൈ. ഉള്ളിൽ കൂടെ പോയി കാണിച്ചു തരാം. ഇവിടെ ഇവിടെ താജ്മഹലൊക്കെ ഉണ്ട്. ഞാൻ താജ്മഹൽ കണ്ടിട്ട് വരാം. നിങ്ങൾക്ക് വേണേൽ കാണാം. ഓക്കെ. അയ്യോ, താജ്മഹൽ കാണാൻ പോയപ്പോൾ അവിടെ ചേട്ടൻ ചതിച്ചു. ചേട്ടൻ ഒന്ന് പോയതെങ്കിൽ കൊള്ളായിരുന്നു. ചേട്ടൻ ഒന്ന് പോവോ? ഓക്കെ ഗൈസ്, താജ്മഹൽ കാണാൻ പോവാണ്. നാട്ടിന്നോ താജ്മഹൽ ഗൈസ്. അങ്ങനെ എല്ലാ പരിപാടിയും തുള്ളലും എല്ലാം കഴിഞ്ഞ് ചത്ത്
പവനായി ശവ എന്ന് പറയില്ലേ, അന്ത മാതിരി ആയിട്ടുണ്ട്. നാളെ പണിക്ക് പോകുന്ന ആലോചിക്കാൻ മേല. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ഇന്ന് ചെന്ന് എല്ലാവരും കുളിച്ച് കിടന്നുറങ്ങി. ഓ ഗോഡ്, ടാസ്ക്കാണ്. ഫുഡും കഴിക്കണം, നല്ല വിശക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ചോറുണ്ടില്ലായിരുന്നു, അതുകൊണ്ട് മുടിഞ്ഞ വിശപ്പാണ്. എന്തെങ്കിലും പോയി കഴിക്കണം. ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് തന്നെ വെജ്മി എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. ബജറ്റ് ഫ്രണ്ട്ലി ആണ്, ദെൻ നല്ല വെജ് ഐറ്റംസ് ഒക്കെ കിട്ടുകയും ചെയ്യും. സോ അവിടെ പോയി കഴിക്കാന്നുള്ള പ്ലാനിലാണ്. എൻ്റെ ഫോൺ എപ്പോഴാണ് ഡെഡ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് തൽക്കാലം ഇവിടുന്ന് ഒരു വൈൻഡപ്പ് വീഡിയോ എടുക്കാമെന്നാണ്. ഇൻ കേസ് ചാർജ് ഉണ്ടെങ്കിൽ അവിടുന്ന് ഞങ്ങൾ വീണ്ടും പറയുന്നതാണ്. ഞങ്ങൾ വെജ്മിയിൽ എത്തിയിട്ടുണ്ട്. എന്ത് കിട്ടിയാലും തിന്നാന്നുള്ള രീതിയിലായിരിക്കുന്നത്. അല്ല ശ്രീ, എന്ത് കിട്ടിയാലും കഴിക്കില്ലേ? ഇവിടെ എന്ത് പോകും? ആദരമോളെ, എന്ത് കിട്ടിയാലും കഴിക്കില്ലേ? കഴിക്കും. ഇവിടുത്തെ സ്റ്റാഫ് എന്നെ കണ്ടിട്ട് പറയാം ആഫ്റ്റർ എ ലോങ് ടൈം. കാരണം ഇൻ്റർവ്യൂസിനൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആ ദിവസങ്ങളിൽ ഇൻ്റർവ്യൂവിനൊക്കെ പോയിക്കൊണ്ടിരുന്ന ദിവസങ്ങളിൽ ഫുഡ് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടായിരുന്നെങ്കിൽ എന്താ അത് ചെയ്തുകൊണ്ടിരുന്നത്? ഇവിടെ വരും. ഉച്ചയ്ക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞു, വരും. ഏത് 2 ചേട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. ബ്ലോഗിൽ വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ 100 പേരെ കാണുള്ളൂ. അങ്ങനെയാണ്. കുറേ നാൾക്ക് ശേഷമാണ് തിരിച്ചു വന്നേക്കുന്നത്. അതെ ഗൈസ്, വെജ്മിയിൽ നിന്ന് ഒരു 4 ചേട്ടന്മാർ കിട്ടി. എന്ന് വെച്ചാൽ 4 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ സംസാരിച്ചു, ചാനൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ചേട്ടന്മാർക്ക് എൻ്റെ മുടിഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നുണ്ട്. അവർ ചോദിച്ചു എന്നോട് വീഡിയോ എപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത ഫ്രൈഡേയിലായിരിക്കും ചെയ്യുക എന്നുള്ള രീതിയിൽ. സന്തോഷമായിരിക്കണു. എന്നിട്ട് എന്നെ കളിയാക്കിക്കൊണ്ട് അവർ ചോദിച്ചു 100 വ്യൂസൊക്കെ ഉണ്ടല്ലോ വീഡിയോസിൽ എന്നുള്ള രീതിയിൽ. പിന്നെ എൻ്റെ അടുത്ത് മസാല ദോശയുടെ പൈസ കൊടുക്കുമെന്ന് ചോദിച്ചായിരുന്നു. അങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ മോണിറ്റൈസ്ഡ് ആയിട്ട് ഞാൻ പറഞ്ഞു ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണെങ്കിലും ട്രീറ്റ് ഉണ്ടെന്ന്. ഈ വീഡിയോ അവർ കാണുകയാണെങ്കിൽ ലേറ്റർ ഓൺ സ്റ്റേജിൽ മോണിറ്റൈസ്ഡ് ആയെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ യൂണിയനിൽ വെച്ച് നമ്മൾ കണ്ടുപിട്ടിയാൽ ഉറപ്പായിട്ട് ചേട്ടന്മാർക്ക് ട്രീറ്റ് ആണ്. ചേട്ടന്മാരാണോ പിള്ളേരാണോ എന്നുള്ളതൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും കളിയൊക്കെ എന്റെ പ്രായം ഓൾറെഡി വേറെ ഏതോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. പ്രായത്തിൽ എന്ന് വെച്ചാൽ ഞാൻ ആന്റി ആയി എന്നാണ് ഇവരൊക്കെ പറയുന്നത്. അമ്മയെ എന്നൊക്കെ വിളിക്കും ഇവര്. പക്ഷെ അതെനിക്കൊരു പ്രശ്നമല്ല. അപ്പം അങ്ങനെയാണ്. ആ പിള്ളേരെ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാം പറഞ്ഞ പോലെ ഗൈസ് ബൈ. ഞാൻ പറയുമ്പോൾ എന്നെ കാണുന്നില്ല, മൊത്തം വേറൊരു വെളിച്ചമാണ്. പിന്നെ ദിവ്യ വെളിച്ചമൊക്കെ വരുന്നുണ്ട്. ദിവ്യ വെളിച്ചം മാത്രമേ ഉള്ളൂ, വേറൊന്നും കാണുന്നില്ലെന്ന്. ഗൈസ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. 2 പേരും നേരത്തെ പോയി. ഞങ്ങൾ ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റിലൊന്ന് പോയി നോക്കി എന്തെങ്കിലും സാധനം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കുത്തിപ്പൊട്ടിക്കുക. ടാറ്റാ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.